നമസ്കാരം. ഡോക്ടർ കെ.ജെ. റീനയ്ക്കെതിരായ അന്വേഷണ നടപടികൾ ആരോഗ്യവകുപ്പ് കൂടുതൽ ശക്തമാക്കുന്നു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന കാലയളവിൽ കോവിഡ് പ്രതിരോധത്തിനായി അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുവെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇവർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ തൃശൂർ DMO ആയിരുന്നപ്പോൾ കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ അനുവദിച്ച തുകയിലാണ് തിരിമറി നടന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2020 ഫെബ്രുവരി 4, മെയ് 5 എന്നീ തീയതികളിൽ അനുവദിച്ച ഫണ്ടുകൾ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനു പകരം വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. ഈ തിരിമറികളിലൂടെ വിനിയോഗിച്ച തുക സർക്കാർ ഇതുവരെ സാധൂകരിച്ചിട്ടില്ല എന്നതും ഗൗരവകരമാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ വകുപ്പ് തലത്തിൽ വിശദമായ പരിശോധന അനിവാര്യമാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം അഡീഷണൽ സെക്രട്ടറി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വകമാറ്റി ചെലവഴിച്ച തുക ഡോക്ടർ റീനയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന ശുപാർശയും പരിശോധനാ വിഭാഗം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കോവിഡ് രോഗബാധിതർക്കായി ജില്ലാ കളക്ടർ അനുവദിച്ച ഫണ്ട് ജീവനക്കാരുടെ ഭക്ഷണച്ചെലവടക്കമുള്ള മറ്റ് ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് പ്രധാന കണ്ടെത്തൽ. ഇതുകൂടാതെ മറ്റു ചില പ്രവൃത്തികൾക്കായും ഫണ്ട് ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2025 മെയ് മാസത്തിലാണ് ധനകാര്യ പരിശോധനാ വിഭാഗം ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം ഭരണകൂടവുമായി ഡോക്ടർ റീന ഇഴഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. രാഷ്ട്രീയവും ഭരണപരവുമായ പകപോക്കലുകളുടെ ഭാഗമായാണോ ഈ അന്വേഷണം എന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാരും തമ്മിലുള്ള ഈ ശീതയുദ്ധം ആരോഗ്യവകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഡോക്ടർ റീനയുടെ ഔദ്യോഗിക ജീവിതം നേരത്തെയും നിരവധി വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായിരിക്കെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഇവരെ നീക്കിയത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി നേടിയെങ്കിലും പിന്നീട് DHS കസേരയ്ക്കായി ഡോക്ടർ വി മീനാക്ഷിയുമായി നടത്തിയ കസേര തർക്കം വകുപ്പിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് വളർന്നു. ഇതിനെല്ലാം ഉപരിയായി ഭിന്നശേഷി കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഇവർക്കെതിരെ നേരത്തെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. തൃശൂർ DMO ആയിരിക്കെ ഭിന്നശേഷിക്കാരിയായ ഒരു ദന്തൽ സർജന് അർഹമായ അവധി നിഷേധിക്കുകയും ശമ്പളം തടഞ്ഞു വെക്കുകയും ചെയ്തത് വലിയ നിയമലംഘനമാണെന്ന് കമ്മീഷണർ വിലയിരുത്തുന്നുണ്ട്. ഇത്തരമൊരു ഉദ്യോഗസ്ഥ ഭരണം ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതായിരുന്നുവെന്നാണ് കമ്മീഷണറുടെ നിരീക്ഷണം. ആ കേസിൽ ഡോക്ടർ റീനയെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നും അവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷണർ ശുപാർശ ചെയ്തിരുന്നു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനൊപ്പം തന്നെ റീനയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് കമ്മീഷണർ കണ്ടത്. ദുരന്ത നിവാരണ ഫണ്ട് തിരിമറി കേസ് റീനയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറാനാണ് സാധ്യത. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന കർശന നടപടികൾ ആരോഗ്യവകുപ്പിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമാണോ അതോ വ്യക്തിവൈരാഗ്യത്തിന് തുടർച്ചയാണെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.